അങ്ങനെ ജനറൽ അനസ്തേഷ്യ കൊടുത്ത് ബോധം പോകുന്ന ലീഗുനെയാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ സ്മോൾ മീറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ക്യുജോങ് ആണെങ്കിലോ സെയ കൊടുത്ത ഗിഫ്റ്റ് റെഡിയാക്കിയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ സെയ കുറച്ച് ടിപ്സ് കൊടുത്തിരുന്നു, അതായത് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കാനും അതുപോലെ റോസാപ്പൂവിന്റെ ഇതുകൾ കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും. അതുപോലെയൊക്കെ തന്നെ ഇവൾ ആ റൂം മൊത്തം ഡെക്കറേറ്റ് ചെയ്യുന്നതും ആളുകൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ എന്നാണ് ഇവിടെ ചിന്തിക്കുന്നത് കേട്ടോ. ഇതേ ടൈമിൽ തേയോങ് ഓപ്പറേഷൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതും കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വരാന്ന് പറഞ്ഞ് ഇവൻ പോകുന്നത് ക്യുജോങ്ങിന്റെ അടുത്തേക്കൊന്നും ആയിരിക്കില്ല, ഇവന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്. അപ്പോൾ ഇവളാണെങ്കിലോ ഇത് കാണുന്നതും തൊട്ട് പിന്നാലെ തന്നെ ക്യുജോങ് ഫോളോ ചെയ്ത് പോകുമ്പോൾ ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നത്, അതായത് ക്യുജോങ്ങിന്റെ അസിസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അവളെ മീറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഗേൾ ഫ്രണ്ട് ആണെങ്കിലോ എപ്പോഴും ഇങ്ങനെ സ്റ്റെയർ കേസിൽ വെച്ചിട്ടും കാറിൽ വെച്ചിട്ടും മീറ്റ് ചെയ്താൽ മതിയോ, എനിക്ക് ഈ സീക്രട്ട് റിലേഷൻഷിപ്പ് മടുത്തു എന്നൊക്കെ പറയുന്നതും നമുക്കിതൊരു ദിവസം പബ്ലിക്കായിട്ട് പറയാം, പക്ഷെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ക്യുജോങ്ങിന്റെ സ്വഭാവം അറിയാലോ, നിനക്ക് ഒരുപാട് വർക്കൊക്കെ തരും, നിനക്കാണെങ്കിൽ ക്യുജോങ്ങിനെ പേടിയല്ലേ എന്നൊക്കെ പറയുന്നതും മീറ്റിംഗ് റൂമിൽ വെച്ചിട്ട് ആളെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്ന തേയോങ്ങിനോട് എന്തിനാ എപ്പോഴും അവളെങ്ങനെ മീറ്റ് ചെയ്യുന്നതെന്നാണ് ഇവള് ചോദിക്കുന്നത്. അപ്പൊ ഇവനാണെങ്കിലും അത് പിന്നെ ഞങ്ങൾ കൊളീഗ്സ് അല്ലേ, മാത്രമല്ല അവളോട് എപ്പോഴും നല്ല ടേംസിൽ നിൽക്കുന്നതാ നല്ലതെന്നൊക്കെ പറയുന്നതും ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്നും പോകുന്ന ടൈമിൽ ക്യുജോങ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഓടി ഇവർക്ക് മുന്നേ എത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ബോധം വരുന്ന ലീഗുനെയും കാണിക്കുന്നുണ്ട്. ഇവളാണെങ്കിലും ആ റൂമിലെത്തി കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഇവൾക്ക് തന്നെ നാണക്കേട് തോന്നുന്നുണ്ട്. ഇവളാണെങ്കിൽ ആ കാൻഡിൽസ് ഒക്കെ അണയ്ക്കാൻ നോക്കുന്നതും അതിന് പറ്റാതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തിട്ട് ഇവളത് മൊത്തം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അതിനും പറ്റുന്നില്ല. ആ ടൈമിലാണ് കറക്റ്റ് തേയോങ് അങ്ങോട്ട് വരുന്നതും ഇവൾക്ക് കഥകിന്റെ പിറകിലായി ഒളിച്ചു നിൽക്കുന്നുണ്ട്. ഇവൻ വാതിൽ ജസ്റ്റ് തുറക്കുമ്പോഴേക്കും ഇവന്റെ ഗേൾ ഫ്രണ്ട് പിണങ്ങി പോകുന്നത് കൊണ്ട് തന്നെ ആ റൂമിലേക്ക് ഇവൻ കയറുന്നില്ല, ജസ്റ്റ് മിസ്സാവുകയാണ്. ഇവളാണെങ്കിലോ പിന്നീട് സങ്കടത്തിൽ ആലോചിക്കുന്നത് ഇവൻ പ്രൊപ്പോസ് ചെയ്തൊരു സീൻ ആയിരിക്കോട്ടെ, അതായത് UK പോകുന്നതിന് മുന്നേ ഇവൻ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്, തിരിച്ചു വന്ന് നമുക്ക് ഡേറ്റ് ചെയ്യാന്നൊക്കെ വാക്കും കൊടുക്കുന്നുണ്ട്. പാവം ഇവളാണെങ്കിൽ വിഷമത്തിലിരിക്കുന്നതും അങ്ങോട്ട് വരുന്ന ലീഗുനാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ അവനെ 2 ചീത്ത പറ, അല്ലെങ്കിൽ അവനിട്ടൊന്ന് കൊടുക്കെങ്കിലും ചെയ്യുന്നു പറയുന്നതും അതിന് ഇത് തേയോങ്ങിന്റെ മിസ്റ്റേക്ക് അല്ല, ഞാൻ മനസ്സിലാക്കണമായിരുന്നു ആളുടെ ഫീലിങ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവള് തേയോങ്ങിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ ഞാൻ തന്നോട് പറഞ്ഞില്ലേ കരയാൻ പറ്റുന്നത് ശരിക്കൊരു ഭാഗ്യമാണെന്ന്, എനിക്കതിന് കഴിയുന്നില്ല എന്ന് പറയുന്നതും അപ്പൊ ഇവനാണെങ്കിൽ നീ എന്തിനിങ്ങനെ ബലം പിടിക്കുന്നത്, നിന്റെ സ്വഭാവം തീരെ ശരിയില്ല എന്നൊക്കെ പറയുന്നതും എന്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടേണ്ടെന്നാണ് കേട്ടോ ഇവനോട് പറയുന്നത്. അപ്പൊ ഇവനാണെങ്കിൽ ഞാൻ അങ്ങനെ ഇടപെട്ടില്ലെങ്കിൽ നീ ശരിയാവോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എന്ന് പറയുന്ന ടൈമിൽ ലീഗുൻ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ക്യുജോങ് ആണെങ്കിൽ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് വരുന്ന ലീഷിൻ ഇത് കാണുന്നതും. ഇതേ ടൈമിൽ ലീഗുനാണെങ്കിലോ തേയോങ്ങിനെ പിടിച്ചു വലിച്ചിഴയ്ക്കുന്നുണ്ട്. ഇനി എങ്ങാനും നീ ക്യുജോങ്ങിനെ തൊട്ട് കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഷിനാണെങ്കിലോ ക്യുജോങ്ങിനെ ഡ്രോപ്പ് ചെയ്യുന്നതും ഇവൻ അവിടെ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും കൺസൾട്ടേഷന് വരുന്ന ടൈമിൽ പ്രൊഫസർ ഹാനിനോട് ഒന്നും സംസാരിക്കാറില്ല, ഫുൾ ടൈം മിണ്ടാതിരിക്കുക ചെയ്യാറ്. ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പ്രൊഫസർ ഹാൻ എന്തിനാ എന്നോട് ഇത്രയും ദേഷ്യപ്പെടുന്നതെന്ന്. കാരണം ഇത്രയും ഞാൻ സംസാരിച്ചിട്ട് താൻ എന്നോട് ഒന്നും തിരിച്ചു പറഞ്ഞില്ല, എനിക്ക് നന്നായിട്ട് ദേഷ്യം വന്നു എന്നൊക്കെ പറയുന്നതും ഇവൾക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടാകില്ല. ഇവളാണെങ്കിൽ കാറിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഇവൻ എടുത്ത് കൊടുക്കുന്ന ടൈമിൽ അത് സേയുടെ ബ്രേസ്ലെറ്റ് ആയിരിക്കുമല്ലോ, ഓ അതിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നേലും എന്ന് ഇവനിങ്ങനെ പറയുന്നുണ്ട്. ക്യുജോങ് ആണെങ്കിലോ ഞാൻ പോവാന്ന് പറയുന്ന ടൈമിൽ ഇവനൊരു ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ട് ഇവൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ടെൻഷനുള്ള സമയത്ത് ഇത് കുടിക്കാറുണ്ട്, ഇത് നല്ലതാ എന്നൊക്കെ പറയുന്നതും ഒരെണ്ണേ വാങ്ങിയുള്ളൂ എന്ന് ഇവൾ ചോദിക്കുന്ന ടൈമിൽ എനിക്ക് രാത്രി മധുരമുള്ളത് കഴിക്കാൻ പറ്റത്തില്ല എന്നാണ് ലീഷൻ അവിടെ പറയുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ഇത് കുടിച്ചിട്ട് ജസ്റ്റ് ഒരു സിപ്പ് കുടിക്കുന്നു പറഞ്ഞ് ഇവന് കൊടുക്കുന്നത് നിർബന്ധിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഇവൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവൾക്ക് ചിരിയാണ് വരുന്നത്. പിന്നീട് അന്ന് നൈറ്റിൽ ഇതൊക്കെ ആലോചിച്ച് ലീഷനാണെങ്കിൽ ഉറക്കം വരുന്നില്ല കേട്ടോ. അതായത് ഇവന് പതിയെ ക്യുജോങ്ങിനോട് ഒരു താല്പര്യം തോന്നി തുടങ്ങുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ക്യുജോങ് ആണെങ്കിൽ നേഴ്സിനോട് സംസാരിക്കുന്നതും ഇവളുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ എന്തു പറ്റി സുഖമില്ലെന്ന് നേഴ്സ് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് തേയോങ്ങിന്റെ ഗേൾ ഫ്രണ്ട് ലേറ്റ് ആയി സോറി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഓടിയെത്തുന്നതും ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇവളുടെ കഴുത്തിൽ കാണുന്ന ഐഫൽ ടവറിന്റെ ആ ഗോൾഡ് ചെയിൻ കാണുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ. തിരിച്ചു പോകുന്ന ഇവളാണെങ്കിൽ ഇവളുടെ കയ്യിലുള്ള ആ മെറ്റൽ ഐഫൽ ടവറിന്റെ കീ ഉണ്ടല്ലോ അതിങ്ങനെ നോക്കുന്ന ടൈമിലാണ് പിന്നാലെ വരുന്ന നേഴ്സ് ആണെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഡോക്ടറെ എന്ന് പറയുന്നതും, അതായത് ലീഗുൻ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ 3 മാസം ഇവർക്ക് നിരീക്ഷിക്കേണ്ട ഒരാളാണ് ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോയത്, അതെന്തുകൊണ്ടാന്നൊക്കെ ചോദിച്ച് ന്യൂറോ സർജന്റെ ഹെഡ് അയാൾ ചൂടാകുന്നതും അപ്പൊ തേയോങ് ആണെങ്കിൽ അത് പിന്നെ ക്യുജോങ്ങും ആളും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്നാ തോന്നുന്നതെന്ന് പറയുന്ന തേയോങ്ങിനെ പ്രൊഫസർ ഹാൻ ഒന്ന് നോക്കുന്നുണ്ട്. അതായത് ആൾക്കാർ ഉത്തരം അത്ര ഇഷ്ടമാകുന്നില്ല കേട്ടോ. അപ്പൊ ന്യൂറോ സർജൻ ആണെങ്കിലും കണ്ടില്ലേ, എനിക്ക് അപ്പോഴേ തോന്നി ഇനി നമ്മൾ എങ്ങനെ അയാളെ മോണിറ്റർ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ പ്രൊഫസർ ഹാൻ ആണെങ്കിലും അത് പിന്നെ ഞാൻ ആളുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആളെ തിരിച്ചെത്തിക്കാം എന്നൊക്കെ പറയുന്നതും അതിന് പറ്റിയില്ലെങ്കിൽ അപ്പൊ എന്താ ചെയ്യാന്ന് പറയുന്ന ന്യൂറോ സർജൻ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ക്യുജോങ്ങിനെ ഈ റിസർച്ചിൽ നിന്ന് ഒഴിവാക്കാന്ന് പറയുന്ന ന്യൂറോ സർജനോട് അതെങ്ങനെ പറ്റുക, അവളല്ലേ ഈ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തത്, അപ്പൊ മെയിൻ ആയിട്ടുള്ള അവളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നതും ന്യൂറോ സർജൻ ആണെങ്കിൽ എന്തുകൊണ്ട് പറ്റില്ല, ഇത് ഞങ്ങൾ നടത്തിയ ഒരു ടെസ്റ്റ് റിസൾട്ട് ആണെന്ന് പറഞ്ഞ് ഇവർ നടത്തിയ ഒരു ടെസ്റ്റിന്റെ റിപ്പോർട്ടൊക്കെ കാണിച്ചു
അയച്ചു കൊടുക്കുന്നതും ഇത് കാണുന്ന പ്രൊഫസർ ഹാൻ ആണെങ്കിൽ ഞാൻ അറിയാതെ നിങ്ങൾ സബ്ജക്റ്റിനെ ടെസ്റ്റ് ചെയ്തു എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. പ്രൊഫസർ ഹാൻ ആണെങ്കിലും തേയോങ്ങിനെ നോക്കുന്ന ടൈമിൽ ഇവനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ആര് റിസർച്ച് നടത്തിയാലും ഇനിയിപ്പോ ക്യുജോങ് നടത്തിയാലും ഈ റിസൾട്ട് തന്നെയല്ലേ വരത്തുള്ളൂ. പിന്നെ അവന് അവളോടുള്ള ഫീലിങ്സ് ഒക്കെ വെച്ചിട്ട് ഇതാകെ പ്രശ്നമാകാനാ സാധ്യത. അതുകൊണ്ട് ഈ റിസർച്ച് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റണമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന പ്രൊഫസർ ഹാന് ശരിക്കും ഷോക്ക് ആകുന്നുണ്ട്. ഇതേ ടൈമിൽ ലീഗുനാണെങ്കിലും അവന്റെ പുതിയൊരു ഏജൻസി ഓപ്പൺ ആക്കുന്നതും ലീഗുന്റെ പേര് തന്നെയായിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കുക. ഫാമിലിക്ക് മൊത്തം ഹാപ്പി ആകുന്നുണ്ട്. നീ ശരിക്കും ഞങ്ങളുടെ മകനാണെന്ന് ഇവർ പറയുന്നതും ഇതേ ടൈമിൽ കോൾ ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ. അപ്പൊ ലീഷൻ പിന്നാലെ ഓടുന്നതും ഈ വൃത്തികെട്ട പട്ടി ഇങ്ങോട്ട് കയറ്റരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് ലീഗും ചൂടാകുന്നുണ്ട്. ഇതേ ടൈമിൽ അച്ഛനാണെങ്കിലും ഈ അന്ധവിശ്വാസമൊക്കെ അനുസരിച്ച് വാതിലിന്റെ മുകളിൽ എന്തോ കെട്ടിത്തൂക്കുന്നുണ്ട്. അപ്പൊ ഇതിവന് ഇഷ്ടാകുന്നില്ല. ഇതൊന്നും വേണ്ട എന്ന് ലീഗുൻ പറയുന്നതും അച്ഛനാണെങ്കിൽ റൈസ് വാട്ടർ എടുത്ത് അവിടെ അങ്ങ് തുപ്പാണ് കേട്ടോ. അതും ഈ അന്ധവിശ്വാസം എന്താ തോന്നുന്നു. അപ്പൊ ലീഗുനാണെങ്കിൽ ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇവൻ പോയി നോക്കുന്ന ടൈമിൽ കിച്ചണിൽ അമ്മയാണെങ്കിൽ ഒരുപാട് കിംച്ചിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് അത് റെഫ്രിജറേറ്ററിൽ കയറ്റി വെക്കുന്നതാണ് കാണുന്നത്. അയ്യോ അമ്മ ഇവിടെ നിന്നും ഫുഡ് കഴിക്കത്തില്ല, നിങ്ങൾ എല്ലാവരും കൂടി എന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ലീഗുനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ തേയോങ് ക്യുജോങ്ങിനെ മീറ്റ് ചെയ്യുന്നതും ആഹാ തന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം വരാൻ പറ്റാത്ത ഒരു എക്സ്ക്യൂസും ഇവൻ പറയുന്ന ടൈമിൽ ക്യുജോങ് ആണെങ്കിൽ ഇവന്റെ മുഖത്തേക്ക് വെള്ളം എടുത്തൊഴിക്കുന്നതും നീ എല്ലാ പ്രാവശ്യം ഇങ്ങനെയാണല്ലേ നുണ പറയാറ്, നിന്നെ സമ്മതിച്ചു എന്നൊക്കെ പറയുന്നത് ഇവള് ഡ്രീം ചെയ്യാണ് കേട്ടോ. ശരിക്കും സംഭവിക്കുന്നില്ല. ടേയോങ് ആണെങ്കിലും ഇന്നലെ നൈറ്റിൽ എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ, സോറി, അതുകൊണ്ടാണ് ഈ ഒരു ഫുഡ് നിനക്ക് വാങ്ങി തരുന്നത് എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ വീണ്ടും വെള്ളം എടുത്ത് ഇവന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നതും ഇതെന്തിനാ, നിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് നിനക്ക് ഇനി കറങ്ങാൻ വേണ്ടിയിട്ടാണോ, നീ എന്നെ ശരിക്കും ഉപയോഗിക്കുകയായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇമാജിൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ടേയോങ് ആണെങ്കിലും ലീഗും ഡിസ്ചാർജ് ചെയ്ത് പോയല്ലോ, അപ്പൊ ഇനി ഔട്ട് പേഷ്യന്റ് ആയിട്ട് വന്നാൽ നമുക്ക് എന്നും അവനെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഈ റിസർച്ച് ന്യൂറോ സർജറിയിലേക്ക് മാറ്റിയാലോ എന്നൊക്കെ ചോദിക്കുന്നതും അതായത് നൈസ് ആയിട്ട് ഇവൻ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. മെയിൻ ഓതറിന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ മാറ്റാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, നമ്മളുടെ ഈ റിസർച്ച് അല്ലെങ്കിൽ ക്യാൻസൽ ആയിട്ട് പോകും, അങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയല്ലേ, അപ്പൊ ഇതാകുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവൾക്ക് ദേഷ്യം വന്നിട്ട് ഇവളാണെങ്കിൽ വെള്ളം എടുത്ത് കുടിക്കുന്നതും ഇത് കാണുന്ന തേയോങ് ആണെങ്കിൽ വെള്ളം ദാഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിച്ച് അല്ല നീ സമയം എടുത്തിട്ട് പറഞ്ഞാൽ മതി, എന്തായാലും വെറുതെ അത് നഷ്ടാക്കേണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ക്യുജോങ് ആണെങ്കിൽ ടേബിളിൽ ഇങ്ങനെ കിടക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന അമ്മയാണെങ്കിൽ എന്റെ മോൾക്ക് ഇത് എന്തു പറ്റി, സാധാരണ ഇങ്ങനെ പകൽ സമയത്തൊന്നും കിടക്കുന്നത് കാണാറില്ലല്ലോ, പകൽ സമയത്തേ കാണാറില്ല എന്ന് പറയുന്നതും ക്യുജോങ് ആണെങ്കിൽ ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്, ഇങ്ങനെ ഇടയ്ക്കൊക്കെ വെളിച്ചം കാണണമെന്ന് ഇവള് പറയുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് ഓടി വരുന്ന അനിയനാണെങ്കിൽ പ്രിറ്റി ആന്റി എന്ന് പറഞ്ഞ് ഓടി വരുന്നതും ക്യുജോങ് ഇങ്ങനെ ഹഗ് ചെയ്യാൻ നോക്കുമ്പോൾ ആള് നേരെ പോകുന്നത് സേനയുടെ അടുത്തേക്കായിരിക്കും. ഇവളാണെങ്കിൽ ചമ്മുന്നുണ്ട് കേട്ടോ. എന്തുവാടെ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ കാണിക്കുമെന്ന് ചോദിക്കുന്ന ടൈമിൽ ക്യുജോങ്ങിന്റെ അടുത്തേക്ക് വരുന്ന സേനയാണെങ്കിൽ ഇവളെ കെട്ടിപ്പിടിക്കുന്നത് മാറിയിരിക്കുന്ന ക്യുജോങ് പറയുന്നുണ്ട്. അപ്പൊ സേയാണെങ്കിൽ അല്ല ഇന്നലത്തെ കാര്യം എന്തായി, ബോയ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുത്തു എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ ബോയ് ഫ്രണ്ടോ, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് ക്യുജോങ് പറയുമ്പോൾ സേയാണെങ്കിൽ ഉണ്ടെന്നുള്ളൊരു ആക്ഷൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ബ്രദർ ആണെങ്കിലോ ചേച്ചി കല്യാണം കഴിക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ ചെവി പൊത്തിയിട്ട് കുട്ടികൾ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ വർത്താനം പറയുന്നതെന്ന് സേയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനിയനാണെങ്കിലും ചേച്ചി എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുന്ന ടൈമിലാണ് ഇവളൊരു കാര്യം ആലോചിക്കുന്നത് കേട്ടോ. അതായത് മുന്നേ തേയോങ്ങിനെയും ഗേൾ ഫ്രണ്ടിനെയും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ലീഗുനും ഇതുപോലെ ചെയ്തിരുന്നല്ലോ. അപ്പൊ ഇത് ആലോചിച്ചെടുക്കുന്ന ഇവൾക്കാണെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതും പിന്നീട് തേയോങ് ആണെങ്കിൽ ആ റിസർച്ച് അവന് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവളാണെങ്കിൽ സ്യൂട്ട് കേസിൽ നിന്നും ഇവളുടെ ഫയൽസ് ഒക്കെ എടുത്തു വയ്ക്കുന്നതും തേയോങ്ങിനെ വിളിച്ചിട്ട് ഇതൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവൾ ഓഫീസിലേക്ക് വരുന്ന ടൈമിൽ തേയോങ്ങിന്റെ ടേബിളിലെ വേസ്റ്റ് കണ്ടിട്ട് ഇവളതെല്ലാം വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നതും അവിടെ വൃത്തിയാക്കുന്ന ടൈമിലാണ് ഇവർ നടത്തിയ റിസർച്ചിന്റെ പേപ്പേഴ്സ് ഇവൾ കാണുന്നത്. അങ്ങോട്ട് വരുന്ന തേയോങ് ആണെങ്കിൽ ഇവളത് കണ്ടല്ലോ, അതുകൊണ്ട് ആകെ നിന്ന് പരതുന്നതും ഇവളാണെങ്കിലോ ഇതെന്താ ഇത്, ഞാൻ അറിയാതെ എന്ത് ടെസ്റ്റാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ തേയോങ് ആണെങ്കിലും അത് പിന്നെ ന്യൂറോളജി ടീമിന്റെ വക 2-3 ടെസ്റ്റസ് ആണെന്ന് പറയുന്നതും അനസ്തേഷ്യ കൊടുത്ത് ചെയ്തതല്ലേ, ഇത് സബ്ജക്റ്റിന് അറിയോ അവരുടെ പാരന്റ്സിന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ആള് ടെൻഷൻ ആയാലോ എന്ന് വിചാരിച്ച് പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇവളാണെങ്കിൽ തേയോങ്ങിന്റെ ഷോൾഡറിനിട്ട് ദേഷ്യത്തിൽ ഇങ്ങ് പിടിക്കുന്നതും അപ്പൊ തേയോങ് ആണെങ്കിലും നിനക്ക് കുറച്ചുകൂടി ഡീസെന്റ് ആയിട്ട് പെരുമാറിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഡീസെന്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ആ വേസ്റ്റ് മൊത്തം വീണ്ടും ടേബിളിൽ തന്നെ ഇടുന്നുണ്ട്. ദേഷ്യത്തിൽ പോകുന്ന ക്യുജോങ്ങിനോട് തേയോങ് ചോദിക്കുന്നത് ഓൾറെഡി ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോയ ആളെ നിങ്ങൾ സൈക്കാട്രിസ്റ്റ് ടീം ഇനി എങ്ങനെ മോണിറ്റർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിലും ആ ഐഫൽ ടവറിന്റെ കീ എടുത്ത് മണക്കുന്നതും ഇപ്പൊ ഇത് ശരിക്കും വൃത്തികെട്ട ഒരു മെറ്റലിന്റെ മണം എനിക്ക് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അത് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഇതേ ടൈമിൽ ലീഷനാണെങ്കിൽ സേക്ക് അവളുടെ ബ്രേസ്ലെറ്റ് അയച്ചു കൊടുക്കുന്നതും ഇത് കിട്ടുന്ന ടൈമിൽ ഒരു പാസ്റ്റ് സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് റീയൂണിയന് പോയ സമയത്ത് ഇവള് മെഡൽ ഇങ്ങനെ തൂക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് വരുന്ന ലീഷിനെ കാണുന്നതും എടാന്ന് വിളിച്ചിട്ട് ഇവള് ലീഷിന്റെ പിന്നാലെ ഓടുമ്പോൾ ലീഷനാണെങ്കിലും ഇവളെ കണ്ട് പേടിച്ചിട്ടാണ് കേട്ടോ ഓടുന്നത്. അതിനുശേഷം കാറിൽ കയറുന്നതും ഇവളാണെങ്കിൽ കാറിൽ കയറിയിട്ട് നീ എന്താ എന്നെ ഉപേക്ഷിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ച് ഇവന് വലിച്ചു പിടിച്ച് അങ്ങ് കിസ് ചെയ്യുന്നുണ്ട്. ഇതായിരിക്കും ലീഗുൻ കണ്ടിട്ടുണ്ടായിരിക്കാം. ലീഗുനാണെങ്കിലോ കാറിൽ നിന്നും ഓരോ സാധനം
സാധനങ്ങൾ എടുത്തു വെക്കുന്ന ടൈമിലാണ് റീയൂണിയൻ്റെ ഇൻവിറ്റേഷൻ കാണുന്നതും. ഞാൻ ഇതിന് പോയിട്ടുണ്ടായിരിക്കും എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഇവൻ്റെ മനസ്സിൽ വരുന്നത് ഈ സ്റ്റെയർ കേസൊക്കെ ഇറങ്ങി പാർക്കിംഗ് ഏരിയയിലേക്ക് വന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ എന്താ അവിടെ കണ്ടെന്നൊന്നും ഇവൻ കാണുന്നില്ല. പെട്ടെന്നാണ് ലീഷിൻ്റെ കാർ നമ്പർ അവിടെ ശ്രദ്ധിക്കുന്നതും. ക്യുജോങ് ആണെങ്കിലോ അവളുടെ സ്യൂട്ട് കേസുമായിട്ട് മഴയത്ത് നടന്നു പോകുന്നതും കാണിക്കുന്നുണ്ട്. വീണ്ടും പാസ്റ്റിൽ ആ സീൻ തന്നെയാണ് കാണിക്കുന്നത്. അതായത് കിസ് ചെയ്തതിന് ശേഷം ഇവളാണെങ്കിൽ ഇവൻ്റെ മുഖത്തിട്ട് നന്നായി ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് സമാധാനം, ഇപ്പം ഞാൻ നിന്നെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്ന ടൈമിൽ ലീഷൻ ശരിക്കും പേടിക്കുന്നുണ്ട്. സേയാണെങ്കിൽ ഭാഗ്യം ബ്രേസ്ലെറ്റിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കണല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടെ പറയുന്നത് എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിയണേ എന്നായിരിക്കും കേട്ടോ. ലീഗുനാണെങ്കിലോ കാര്യമായിട്ട് എന്തോ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ടൈമിലാണ് ക്യുജോങ് അങ്ങോട്ട് കയറി വരുന്നതും. ഞാൻ ID കാർഡ് തിരിച്ചു തരാൻ വന്നതെന്ന് പറയുന്ന ഇവളാണെങ്കിൽ നല്ല മഴയായിരുന്നു, ടാക്സിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നന്നായി കൊണ്ടുവല്ല ടവൽ എങ്ങാനും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളിങ്ങനെ രൂക്ഷമായി നോക്കുന്നുണ്ട്. ഇത് കാണുന്ന ക്യുജോങ് ആണെങ്കിലോ അല്ല അത് പിന്നെ താഴത്തെ ലോബിയിൽ ഞാൻ അങ്ങ് വഴിക്ക് വീഴാൻ പോയി, ഈ മാർബിളിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നതും. ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ലീഗുനോട് എനിക്ക് ഇൻഷുറൻസ് ഒന്നും വേണ്ട, ഒരു റൂമും പിന്നെ ഒരു ബോർഡും മാത്രം മതി എന്ന് പറയുന്നതും. ഇത് കേട്ട് ലീഗുനൊന്നും മനസ്സിലാകുന്നില്ല. ഇവനിങ്ങനെ നോക്കുന്ന ടൈമിൽ മനസ്സിലായില്ല എനിക്ക് നിങ്ങളുടെ ഏജൻസിയിൽ ഡോക്ടർ ആവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നതും. ഇവനാണെങ്കിൽ ഷോക്കായി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.